Hey guys, welcome back to my Pups channel. ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു റീയൂണിയൻ സംഭവിക്കുന്നുണ്ടോ? ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. നിങ്ങളുടെ മനസ്സിലെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കാം, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. ഈ വ്യക്തിയുമായിട്ട് ഒരു റീയൂണിയൻ സംഭവിക്കുന്നുണ്ടോ? ലെറ്റ്സ് സീ. സോ ഗൈസ്, മേ ബി നിങ്ങൾക്ക് മാറി നിൽക്കേണ്ടതായിട്ടുള്ള തന്നെ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു നോട്ട് വാച്ച് ദിസ് വീഡിയോ. അതല്ല, നിങ്ങൾക്ക് ഈ ഒരു കണക്ഷന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്, സോ നിങ്ങൾക്ക് തോന്നുകയാണ് ലൈക്ക് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫായിട്ട്. ഓക്കെ, സോ ലെറ്റ്സ് സീ, ഈ വ്യക്തിയുമായിട്ട് നിങ്ങളുടെ ലൈഫിലൊരു റീയൂണിയൻ സംഭവിക്കുന്നുണ്ടോ? തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. കളക്റ്റീവ് റീഡിംഗ് ആണ്. ഈ വ്യക്തിയുമായിട്ട് നിങ്ങളുടെ ലൈഫിലൊരു റീയൂണിയൻ സംഭവിക്കുന്നുണ്ടോ? ഓൾറൈറ്റ്, സോ ആരെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓർ നിങ്ങൾ രണ്ടുപേരും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ടു റീകണക്ട്. ഓക്കെ, കാരണം രണ്ടുപേർക്കും ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, ഓർ മേ ബി നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? ഓൾറൈറ്റ്, സോ മുന്നോട്ട് പോവാം. ഈ റിലേഷൻഷിപ്പിൽ എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും മുന്നോട്ട് പോവാം. ഓർ ഈ സിറ്റുവേഷൻ, ഈ റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടെ നിങ്ങൾ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഒരുമിച്ച് നിങ്ങൾ പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും മേജർ ഡിഫറൻസ് ഉണ്ടായിരിക്കാം. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ കൾച്ചർ ആയിരിക്കാം, നിങ്ങളുടെ ഫാമിലി സിറ്റുവേഷൻ ആയിരിക്കാം. ഓൾറൈറ്റ്, സോ അതും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കണം ഈ ഒരു സമയം. ഓക്കെ, സോ ഈ ഒരു സമയം ക്ലോസ്ഡ് ആണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ചില പ്ലേസ് ഓർ ചില സിറ്റുവേഷൻസ് ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇറ്റ്സ് കൈൻഡ് ഓഫ് ഷട്ട് ഡൗൺ പോലത്തെ സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത്. കാരണം ചില അഴിച്ചുപണികൾ ഉണ്ടാവണം, ചില ഗ്രോത്ത് ഉണ്ടാവണം, ചില ചേഞ്ച് ഉണ്ടാവണം. ഓക്കെ, സോ ഈ ഒരു സമയം നിങ്ങൾക്ക് മേ ബി ഒരു ഹോപ്പും ഉണ്ടാവില്ല ഈ ഒരു റിലേഷൻഷിപ്പ്. ഓക്കെ, അതായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കാം. മേ ബി നിങ്ങൾ റോങ് ടൈമിൽ പോയിട്ടാണ് ഈ ഒരു സമയം വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ രണ്ടുപേരും, ഓക്കെ, സോ രണ്ടുപേർക്കും ഒരു ആഗ്രഹം ഉണ്ടാവുന്നുണ്ട് റിലേഷൻഷിപ്പിലേക്ക് വരാൻ. പക്ഷെ ഈ ഒരു സമയം ആ ഒരു ഷട്ട് ഡൗൺ ടൈമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഓക്കെ, സോ എൻഡ് ആയിട്ടുണ്ട്, ബട്ട് ഡെഫിനറ്റ്ലി അതിൽ ചില കാര്യങ്ങൾ ഓപ്പൺ ആവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക, നിങ്ങളെ കുറച്ചുകൂടെ എന്റർടൈൻ ചെയ്യുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആൻഡ് മെയിൻ ആയിട്ട് ഈ ഒരു സിറ്റുവേഷൻ വലിയ സീരിയസ് ആക്കി എടുക്കാതിരിക്കുക, കാരണം സിറ്റുവേഷൻസ് ചേഞ്ച് ആവും. ഓക്കെ, കാരണം ചില കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില മാറ്റങ്ങൾ നിങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ ബാലൻസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. മേ ബി നിങ്ങൾ ഈ ഒരു വ്യക്തിനെ ഒരുപാട് എന്റർടൈൻ ചെയ്യുന്നുണ്ടായിരിക്കണം, ഓർ ഈ വ്യക്തി നിങ്ങൾ ഒരുപാട് എന്റർടൈൻ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ഒരു കോ ഡിപ്പെൻഡൻസി മേ ബി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. കാരണം ചില കാര്യങ്ങൾ ബാലൻസ്ഡ് ആവുന്നില്ല. ഓക്കെ, സോ നിങ്ങൾ ഡെഫിനറ്റ്ലി ബാലൻസ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു ട്രാൻസ്ഫർമേഷൻ ഓർ ഈ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചേഞ്ച് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് വരാന്നുള്ളത്. ഓക്കെ, സോ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രോബ്ലം ആണ്. മാറി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങൾ മാത്രം ഈ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ സഫർ ചെയ്യുക എന്നുള്ളതല്ല, രണ്ടുപേർക്കും ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. റീയൂണിയൻ ഡെഫിനറ്റ്ലി റിട്ടേൺസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവണം. ഓക്കെ, കാരണം ഈ ഒരു സിറ്റുവേഷൻ ഓപ്പൺ ആവും, ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഡോർ ഡെഫിനറ്റ്ലി ഓപ്പൺ ആവേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ വലിയൊരു സീരിയസ് ആക്കി എടുക്കാതിരിക്കുക ഈ ഒരു സിറ്റുവേഷൻ. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേറെ ആരെങ്കിലൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കണം, അതായിരിക്കണം നിങ്ങളുടെ ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ചില കമ്മിറ്റ്മെന്റ് സിറ്റുവേഷൻ ഓർ തേർഡ് പാർട്ടി ഓർ മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ ഓവറായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഒബ്സസ്ഡ് ആവുന്നത് ഈ വ്യക്തിയുടെ ലൈഫിൽ ഇനി വേറെ ആരെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളത് ആലോചിച്ചിട്ടായിരിക്കാം, ഓർ നിങ്ങളുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള ഒരു ഒബ്സഷൻ മേ ബി ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കാം. ഓക്കെ, ഒരുപാട് പിടിച്ചു നിർത്തുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്ന എന്നുള്ളതല്ല, ഈ വ്യക്തിയുമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പരസ്പരം ഉണ്ടാക്കി എടുത്തിട്ടുള്ള തോട്ട്സ്, മെമ്മറീസ് ഓർ സിറ്റുവേഷൻസ്, ഒരുപാട് കാരണങ്ങൾ നിങ്ങൾ ഒരുപാട് ഹോണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു കണക്ഷൻ, മെയിൻ ആയിട്ട് ഈ ഒരു കണക്ഷൻ അത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ പോസിബിൾ അല്ലാത്ത കാര്യത്തിനെ പറ്റിയിട്ട് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാതിരിക്കുക. ഓക്കെ, ഒരുപാട് ചേഞ്ച് വരുത്താതിരിക്കാൻ ശ്രമിക്കുക. കാരണം ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വേറെ ചോയ്സ് ഉണ്ടാവുന്നില്ല, നിങ്ങൾ അതുപോലെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ അതുപോലെ തന്നെ സാഹചര്യം ആക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് വരിക എന്നുള്ളതാണ്. സോ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിലുള്ള റീയൂണിയൻ സംഭവിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആവുക, സിറ്റുവേഷൻസ് കൂടുതൽ മനസ്സിലാക്കുക രണ്ടുപേരും. ഓക്കെ, സോ
കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക, ഒരു ഹെൽത്തി ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുക. കാരണം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു ഗ്രോത്തിന് ഒരു ഫാക്ട് ആവുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ രണ്ടുപേരും പരസ്പരം അതുപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ ലൈഫ് സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആ വ്യക്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഈ ഒരു കണക്ഷൻസ് നിങ്ങൾക്ക് പുറത്തേക്ക് വരാനുള്ള ഒരു സ്ട്രഗിൾ ഉണ്ടാവുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് അറിയാം ചില ഇന്റൻസ് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലൊക്കെ. ഹാപ്പി ആയിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ കുട്ടികളോ ഫാമിലിയോ ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾ റിലേഷൻഷിപ്പിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഓർ മേ ബി നിങ്ങൾ സിംഗിൾ പാരന്റ് ആയിരിക്കാം. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു റിലേഷൻഷിപ്പ് അതുപോലെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഹെൽത്തി ആയിട്ട് നിങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, കാരണം ചില സൈക്കിൾ എൻഡ് ആവുന്നുണ്ട്, ആ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഡോർ ഓപ്പൺ ആവാനുള്ളൊരു ടൈം ഉണ്ടാവുന്നുണ്ട്. അനദർ 3 days ടൈം ആയിരിക്കാം, 3 weeks ടൈം ആയിരിക്കാം, ചില ആളുകൾക്ക് 3 months ടൈമിൽ സിറ്റുവേഷൻസ് ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കുക, മേ ബി നിങ്ങൾക്ക് നിങ്ങളൊരു ഡിവൈൻ പാർട്ട്ണർ ആയിട്ട് തോന്നിയിട്ടുള്ള, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് കണക്ഷൻ, ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു ലൈക്ക് മാസ്കുലിൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫെമിനൻ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഓക്കെ, അതാണ് എന്റെ കോൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് റെസ്പെക്റ്റും തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർ അടുത്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. അതുപോലെ ആ വ്യക്തിക്ക് നിങ്ങളുടെ ആ ഒരു കണക്ഷൻ, ആ ഒരു റെസ്പെക്ട്, ആ ഒരു ഇൻസ്പയർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടെ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കാരണം ഈ റിലേഷൻഷിപ്പ്, ഈ ഒരു കണക്ഷൻ നിങ്ങളെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ എൻഡ് ആവുന്നില്ല, അഗെയിൻ നിങ്ങൾ റീകണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിലും, ഓക്കെ, ഈ ഒരു വ്യക്തിയുടെ ഒരു കറന്റ് സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും അഗെയിൻ അത് നിങ്ങളെ പോലെ തന്നെ ഒരു സ്ട്രഗിൾ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. അവരായിട്ട് തന്നെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും, അവരായിട്ട് തന്നെ വേണ്ടെന്ന് വെക്കുന്നതാണെന്നുണ്ടെങ്കിലും, അവർ മേ ബി ലൈക്ക് അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, പക്ഷെ ഇതിന് എന്ത് ചെയ്യണം? ഇപ്പൊ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവുന്നില്ല, മാറി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു സമാധാനം ഉണ്ടാവുന്നില്ല. ഓക്കെ, അവിടെ ഒരു കൈൻഡ് ഓഫ് ലവ് ഹേറ്റ് സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അത് മേ ബി ലൈക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയില്ല സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾ ആ ഒരു വ്യക്തിയും നിങ്ങൾ ഒരുപാട് ടോക്സിക് ആയിട്ട് വിചാരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ടോക്സിക് ആയിട്ട് വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടും റീകണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുള്ളത്, സിറ്റുവേഷൻസ് അക്സെപ്റ്റ് ചെയ്ത് അതിന്റെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷനിലേക്ക് നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു വ്യക്തിനെ കാണാൻ സാധിക്കുന്ന സമയത്ത് മാത്രം നിങ്ങൾ ഹെൽത്തി ആയിട്ട് ആ ഒരു റീയൂണിയനിലേക്ക് വരിക എന്നുള്ളതാണ്. ഓക്കെ, റീയൂണിയൻ ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ട്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.